ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ചോറിന് കൂടെ കഴിക്കാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മത്തൻ വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു വലിയ കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി കഴുകിയതിന് ശേഷം മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നടുക്കെ കീറി ചേർക്കാം. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മത്തൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അടച്ച് വെച്ച് ഇത് വേവിച്ചെടുത്താൽ മതി. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട അരപ്പും കൂടി തയ്യാറാക്കിയെടുക്കാം. അരപ്പിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതായത് ചെറിയൊരു മുറി തേങ്ങയാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പച്ചമുളക്, 2 വെളുത്തുള്ളി, 4 ചെറിയുള്ളി. ഇത് ഇത്രയും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നമ്മുടെ മത്തൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരുപാട് വലിയ പീസസ് ആക്കാതെ കുറച്ച് ചെറുതായിട്ട് ഇത് സ്പൂൺ വെച്ച് തന്നെ ഉടച്ചു കൊടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. പിന്നീട് വെള്ളം പോരാൻ തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ്. അതായത് കറിയുടെ കൺസിസ്റ്റൻസി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇനി കറി കൂടി ഒന്ന് തിളച്ചാൽ കറി റെഡി ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും കൂടി തളിച്ച് ചേർക്കാം. കടുക് തളിക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർക്കാം. കൂടെ തന്നെ 5 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. കുറച്ച് കരിവേപ്പിലയും 2 വറ്റൽ മുളകും കൂടി ചേർക്കാം. ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്ക് വലിയ സവാള തന്നെ ഉപയോഗിക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇതിന് നന്നായിട്ടൊന്ന് മൂക്കണം. മൂത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കളർ ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറിയാണ്. പെട്ടെന്ന് നമുക്കൊരു 10-15 മിനിറ്റ് മതി ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത്രയും സിമ്പിളാണ്. അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും ഇത്. കൂടെ നമുക്ക് ഏതെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി മതി കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്